ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാണ്. 2003 ഇറാഖ് അധിനിവേശത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ വ്യോമശക്തി US സൈന്യം ശേഖരിച്ചു. ഗണ്യമായ എണ്ണം അത്യാധുനിക F-35, F-22 ജെറ്റ് യുദ്ധവിമാനങ്ങളും സഹായ വിമാനങ്ങളും ഈ മേഖലയ്ക്ക് അയച്ചുകൊണ്ട് ദ വാൾ സ്ട്രീറ്റ് ജേർണലിലെ റിപ്പോർട്ട് പ്രകാരം ആക്രമണ വിമാനങ്ങളും ഇലക്ട്രോണിക് യുദ്ധവിമാനങ്ങളും നിറച്ച രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും ഈ മേഖലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. അതേസമയം വലിയ ആക്രമണങ്ങൾ സംഘടിപ്പിക്കുന്നത് അത്യന്താപേക്ഷിതമായ കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനങ്ങൾ അകത്തു കയറുന്നുണ്ട്. US സൈന്യം ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്തിമ അനുമതി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇറാനെ ആക്രമിക്കണമോ വേണ്ടയോ എന്ന് ട്രംപ് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ ചെയ്താൽ ഇറാന് ഇതിനകം തകർന്ന ആണവ പദ്ധതി നിർത്തലാക്കുകയും അതിന്റെ മിസൈൽ ശക്തി ഇല്ലാതാക്കുകയും ചെയ്യുകയാണോ അതോ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ എന്നതാണ് ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഫ്ലൈറ്റ് ട്രാക്കിംഗ് ഡാറ്റ കാണിക്കുന്നത് ഡസൻ കണക്കിന് US വ്യോമസേന യുദ്ധവിമാനങ്ങളും സപ്പോർട്ട് വിമാനങ്ങളും ജോർദാനിലെ മുഗഫാഖ് സാൾട്ടി വിമാനത്താവളത്തിലേക്കും സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ വ്യോമത്താവളത്തിലേക്കും മാറ്റിയിട്ടുണ്ടെന്നും കൂടുതൽ വിമാനങ്ങൾ യാത്രയിലാണെന്നുമാണ്. WSJ റിപ്പോർട്ട് അനുസരിച്ച് ഇതിൽ F-35, F-50, F-60, F-22 റാപ്റ്റർ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ, E-3 എയർബോൺ വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, E-11 ബാറ്റിലിൻ ഫീൽഡ് എയർബോൺ കമ്മ്യൂണിക്കേഷൻസ് നോട്ട് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ബുധനാഴ്ച ഫ്ലൈറ്റ് റഡാർ 24 മിഡിൽ ഈസ്റ്റിന് സമീപമോ അകത്തോ പറക്കുന്ന ഒന്നിലധികം KC-135 വിമാനങ്ങളും മേഖലയിൽ പ്രവർത്തിക്കുന്ന E-3 സെൻട്രി എയർബോൺ മുന്നറിയിപ്പ് നിയന്ത്രണ വിമാനങ്ങളും കാർഗോ വിമാനങ്ങളും കാണിച്ചു. അതേസമയം USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലും ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുള്ള 9 ഡിസ്ട്രോയറുകളും ഉൾപ്പെടെ മിഡിൽ ഈസ്റ്റിലേക്ക് കിഴക്കൻ മെഡിറ്ററേനിയൻ കടലിലും 13 യുദ്ധക്കപ്പലുകൾ US നാവികസേന വിന്യസിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡും അതിന്റെ സ്ട്രൈക്ക് ഗ്രൂപ്പിലെ 4 ഡിസ്ട്രോയറുകളും ഈ മേഖലയിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലുടനീളം ടീം ട്രംപ് കൂടുതൽ കര വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിയോഗിച്ചിട്ടുണ്ടെന്ന് WSJയുടെ മുൻ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. നിലവിലെ US സൈനിക ശേഖരണം എത്ര ഭയാനകമാണെന്ന് തോന്നുമെങ്കിലും 1991 ഗൾഫ് യുദ്ധത്തിനോ 2003 ഇറാഖ് അധിനിവേശത്തിനോ വിന്യസിക്കപ്പെട്ട അമേരിക്കൻ ആസ്തികളുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണിത്. 1991 അമേരിക്ക പേർഷ്യൻ ഗൾഫിലേക്കും ചെങ്കടലിലേക്കും 6 വിമാനവാഹിനി കപ്പലുകൾ അയച്ചു. 6 ആഴ്ച നീണ്ടുനിന്ന വ്യോമാക്രമണത്തിനായി US വ്യോമസേന യുദ്ധവിമാനങ്ങളുടെ മുഴുവൻ ചിറകുകളും വിന്യസിച്ചു. ഇപ്പോൾ അയക്കുന്ന സ്ക്വാഡ്രണുകൾക്ക് പകരം എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് മാഗസിൻ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം 1991 ഓപ്പറേഷൻ ഡെസേർട്ട് സ്ലോമിൽ വ്യോമസേന, നാവികസേന, മറൈൻ കോർപ്സ് എന്നിവയിൽ നിന്നുള്ള 1300 US വിമാനങ്ങൾ ഉൾപ്പെട്ടിരുന്നു. 2003 ഇറാഖി ഓപ്പറേഷൻസിനായി US വ്യോമസേന മിഡിൽ ഈസ്റ്റിൽ 863 വിമാനങ്ങൾ വിന്യസിച്ചു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.